ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല നാടൻ കപ്പയുടെ കൂടെയും നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കിടിലൻ കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രുചിയൂറുന്ന ഒരു നെത്തോലി ഫ്രൈഡേ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാ നേരെ വീഡിയോയിലേക്കല്ലേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുനുകുനാന്നരിഞ്ഞിട്ടുള്ള 2-3 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളക് നെടുവേ കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ഫൈനായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സവോളയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ചളവിൽ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക് എന്നിവ ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ള ചതപ്പാണിത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചതച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ ചട്ടിയിലെ വെള്ളമെല്ലാം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാമേ. ഞാനിവിടെ കുടംപുളി കൈ കൊണ്ട് നന്നായിട്ട് പിച്ചിക്കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ അളവിലുള്ള നെത്തോലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരല്പനേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ദാ അല്പനേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദാ ഒരു കൂട്ടിലെ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നെത്തോലിയുടെ മീൻതോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിലടത്ത് എന്തിന് നെത്തോലി പീരാന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാറ് നല്ല പറ്റിച്ച് വെക്കുന്നത് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പങ്കുവെക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.